നമസ്കാരം. ടോപ് 10ലേക്ക് സ്വാഗതം. നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള സംസ്ഥാന ബജറ്റ് ധനമന്ത്രി നാളെ അവതരിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പ്: ജനപ്രിയമായിരിക്കും എന്നത്. കണ്ണുവോട്ടിലായിരിക്കും. റവന്യൂ കമ്മി കൂടുമ്പോഴും സാമ്പത്തിക വളർച്ചയിൽ വർധനയുണ്ടെന്ന ധനകമ്മീഷന്റെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ്. ക്ഷേമ ജനപ്രിയ പദ്ധതികൾ, ഇളവുകൾ, ആനുകൂല്യങ്ങളൊക്കെ ഈ ബജറ്റിൽ ഉറപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികളുടെ തുടർച്ചയാകും ഈ ബജറ്റ് എന്നത് ഉറപ്പിച്ചു പറയേണ്ടിയിരിക്കുന്നു. സമഗ്രമായ വാർത്തയിലേക്ക് വരാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിർണായക തീരുമാനങ്ങളുമായി സംസ്ഥാന സർക്കാർ. വയനാട് ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളും. 18,75,00,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും നൽകും. അതിവേഗ റെയിൽ പാതയുമായി മുന്നോട്ട്. തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിൽ RRT ലൈൻ പദ്ധതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. 583 കിലോമീറ്റർ ദൂരമുള്ള പദ്ധതി 4 ഘട്ടങ്ങളിലായി നടപ്പാക്കും. സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വളർച്ചാ നിരക്ക് വർദ്ധിച്ചതായി സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. ധനകമ്മി 3.86%, റവന്യൂ കമ്മി 2.49% ഉയർന്നു. സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേമ ബജറ്റെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അമൃത ന്യൂസിനോട്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാർ ഐതിഹാസിക ചുവടുവയ്പ്പെന്ന് രാഷ്ട്രപതി. വിമാനം തകർന്ന് മഹാരാഷ്ട്ര. ഉപമുഖ്യമന്ത്രി അജിത് പവാറിന് ദാരുണാന്ത്യം. ഒപ്പമുണ്ടായിരുന്ന 4 പേരും മരിച്ചു. അപകടം ബാരാമതിയിൽ ലാൻഡിങ്ങിനിടെ. കാഴ്ചപരിധി കുറഞ്ഞതാണ് അപകട കാരണമെന്ന് വ്യോമയാന മന്ത്രാലയം. ഉന്നതതല അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം. അജിത് പവാറിന്റെ സംസ്കാരം നാളെ രാവിലെ 11 മണിക്ക്. സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവിൽ നിയമസഭയിൽ പ്രതിപക്ഷ ഇറങ്ങിപ്പോക്ക്. അടിയന്തര പ്രമേയ ചർച്ചയിൽ പിഴവുകൾ എണ്ണിപ്പറഞ്ഞ് പ്രതിപക്ഷം. വെന്റിലേറ്ററിലായ കേരളത്തെ പൂർണ്ണ ആരോഗ്യവതിയാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. ആരോഗ്യരംഗത്ത് കേരളം മാതൃകയെന്ന് മുഖ്യമന്ത്രി. ആരോഗ്യമേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം കേരളമെന്ന് ആരോഗ്യമന്ത്രി. നയപ്രഖ്യാപന പ്രസംഗത്തിലെ സ്പീക്കറുടെ വാർത്താസമ്മേളനത്തിൽ പ്രതിഷേധമറിയിച്ച് ലോക് ഭവൻ. SNDP NSS ഐക്യം തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് അല്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. സുകുമാരൻ നായർ നിഷ്കളങ്കനെന്നും ഐക്യമുണ്ടാക്കേണ്ടത് നായാടി മുതൽ നസ്രാണി വരെയെന്നും SNDP ജനറൽ സെക്രട്ടറി. ഐക്യം ഒരു കെണിയെന്ന് തോന്നിയെന്ന് ആവർത്തിച്ച് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. മഹാമാഘ മഹോത്സവത്തിൽ പങ്കെടുത്ത മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി. സ്വാമിയുടെ നേതൃത്വത്തിൽ തവനൂർക്കരയിൽ ഭക്തിഗാനസുധ. നിളാരതിയിൽ പങ്കെടുത്ത ആയിരങ്ങൾ. ദേവസ്വം ബോർഡിലെ കൊള്ള തടയാൻ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. അക്കൗണ്ടുകൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യാൻ നിർദ്ദേശം. സോഫ്റ്റ്വെയർ വികസിപ്പിക്കാൻ കിൻഫ്രയ്ക്ക് ചുമതല. ശബരിമലയിലെ സ്വർണം കട്ടെങ്കിലും കട്ടിളപ്പാളികൾ മുഴുവനായി മാറ്റിയിട്ടില്ലെന്ന് VSSC ശാസ്ത്രജ്ഞർ. സ്വർണ്ണക്കൊള്ളക്കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ച സർക്കാർ. ന്യൂസിലൻഡിനെതിരായ 4ാം T20യിൽ ഇന്ത്യക്ക് 216 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യ 5-ന് 130 റൺസ് എന്ന നിലയിൽ. അവസാന മത്സരത്തിനായി ടീമുകൾ നാളെ തിരുവനന്തപുരത്ത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായി. 3ാം ബലാത്സംഗ കേസിൽ ഉപാധികളോടെ ജാമ്യം ലഭിച്ചത്. അറസ്റ്റിലായി 18ാം ദിവസം. ബലാത്സംഗ കുറ്റം നിലനിൽക്കുമോ എന്നതിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് പത്തനംതിട്ട കോടതി. ആദ്യ പരാതിയിലെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്ന് കോടതി. സ്റ്റോറി ഓഫ് ദ ഡേ. 5 മാസമാണ് ജീവിതത്തിന്റെ തുടക്കമാണ്. ദ്രിയെ കാക്കാൻ സഹായം വേണം.
ടോപ് 10 വാർത്തകൾ വിശദമായി നോക്കാം. നിർണായക തീരുമാനങ്ങളുമായി സംസ്ഥാന സർക്കാർ. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിന് മണിക്കൂറുകൾ ശേഷിക്കെ വൻ തീരുമാനങ്ങൾ എടുത്ത് മന്ത്രിസഭാ യോഗം. കേരളിന് പകരം RRT വേഗപാത നടപ്പാക്കാനാണ് പുതിയ നീക്കം. ചൂരൽമല ദുരന്തത്തിൽ ഉൾപ്പെട്ട 555 പേരുടെ 18,75 ലക്ഷത്തിലധികം രൂപയുടെ വായ്പയും സർക്കാർ ഏറ്റെടുക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പടിവാതിക്കൽ നിൽക്കുന്നതിന് മുമ്പ് നടക്കുന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ എത്തുന്നതിന് മുമ്പാണ് ഇന്നു ചേർന്ന മന്ത്രിസഭാ യോഗം 2 നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് അതിവേഗ റെയിൽപാതയുടെ പദ്ധതിയുമായി എത്തുന്നതിന് മുമ്പേ കേരയിൽ വിട്ട് RRT വേഗപാത നടപ്പാക്കാനാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം. തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിലാണ് RRT ലൈന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. 583 കിലോമീറ്റർ ദൂരം മണിക്കൂറിൽ 160 മുതൽ 180 കിലോമീറ്റർ വേഗതയിൽ 4 മണിക്കൂർ കൊണ്ടെത്തുന്നതാണ് പദ്ധതി. 4 ഘട്ടങ്ങളിലായി നടപ്പാക്കുന്ന പദ്ധതിയിൽ ആദ്യഘട്ടം തിരുവനന്തപുരം തൃശൂർ ലൈൻ 2033 പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതേസമയം വയനാടിന് ആശ്വാസം നൽകുന്ന തീരുമാനവും മന്ത്രിസഭ കൈക്കൊണ്ടു. വയനാട് ചൂരൽമല ദുരിതബാധിതരുടെ കടം സർക്കാർ ഏറ്റെടുക്കുകയാണ്. ദേശസാൽകൃത വാണിജ്യ ബാങ്ക് വായ്പകളുടെ കടമാണ് സർക്കാർ അടയ്ക്കുന്നത്. 555 ഗുണഭോക്താക്കളുടെ 18,75 ലക്ഷത്തിലധികം രൂപയുടെ വായ്പാ കടമാണ് സർക്കാർ ഏറ്റെടുത്തത്. 555 കുടുംബങ്ങളുടെ 1620 വായ്പകളാണ്. ആ പണം പൂർണ്ണമായിട്ടും സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ചുകൊണ്ട് വയനാട് ചൂരൽമല ദുരന്തത്തിൻ്റെ ദുരന്തബാധിതരായിട്ടുള്ള മുഴുവൻ പേരുടെയും വായ്പയുമായി ബന്ധപ്പെട്ട കടങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയാണ്. 10 ലക്ഷം രൂപ വരെയുള്ള വായ്പകളുടെ ആകെ തുക 16,91,55,488 രൂപയാണ്. 10 ലക്ഷത്തിന് മുകളിലുള്ള വായ്പകളുടെ ബാധ്യത തുക 1,84,13,549 രൂപയാണ്. നേരത്തെ കേരള ബാങ്ക് എഴുതി തള്ളിയ 93 ലക്ഷം രൂപയും ഇതിൽ ഉൾപ്പെടും. ഇതുകൂടാതെ കച്ചവടക്കാർ നേരിടുന്ന പ്രശ്നങ്ങളും സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നും തീരുമാനം വൈകില്ലെന്നും മന്ത്രി കെ രാജൻ അറിയിച്ചു. ചൂരൽമല ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് വായ്പാ ബാധ്യത ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വളർച്ചാ നിരക്ക് വർദ്ധിച്ചതായി സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. GSDP 9.97% ഉയർന്നതായും തനത് വരുമാനത്തിൽ 2.7% വളർച്ചയെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ധനകമ്മി 3.86%, റവന്യൂ കമ്മി 2.49% ഉയർന്നിട്ടുണ്ട്. നാളെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് സഭയിൽ വെച്ചത്. 2024-25 വർഷത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടാണ് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചത്. വിവിധ മേഖലകളിൽ കേരളം ഉയർന്ന സാമ്പത്തിക വളർച്ച കൈവരിച്ചതായാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. GSDP 9.97% വളർന്നു. മൊത്തം മൂല്യവർദ്ധനവ് 10.08%. മുൻവർഷം ഇത് 9.19% പ്രതിശീർഷ ഉത്പാദനം 1.90 ലക്ഷം രൂപയായി. സംസ്ഥാനത്തിന്റെ തനത് വരുമാനം 2.7% വർദ്ധിച്ചു. ഇതിൽ നികുതി വരുമാനം 3.1%, നികുതിയേതര വരുമാനം 1%, ഉയർന്നത്. അതേസമയം കമ്മി വർദ്ധിച്ചിട്ടുണ്ട്. റവന്യൂ കമ്മി 2.49%, ധനക്കമ്മി 3.86% ഉയർന്നു. മൂലധന ചിലവിൽ 8.96% വർധനയുണ്ട്. കേരളം ധനദൃഢീകരണ പാതയിലാണെന്നും വരുമാനമുയർത്താനും ചെലവ് യുക്തിസഹമാക്കാനും കഴിയുന്നുവെന്നും സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. പഴം, പച്ചക്കറി, മത്സ്യബന്ധനം തുടങ്ങിയ ഉത്പാദന മേഖലയിൽ മികച്ച നേട്ടം കൈവരിച്ചതായും സംരംഭ മേഖലയിൽ മുന്നേറിയതായും സർവേയിൽ പറയുന്നു. ലൈഫ് മിഷൻ ഉൾപ്പെടെ ജനക്ഷേമ പ്രവർത്തനങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഏറെ നേട്ടം കൈവരിച്ച വർഷമാണ് കടന്നുപോയതെന്നും സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാർ പടിയിറങ്ങാൻ 2 മാസം മാത്രം ശേഷിക്കെ സംസ്ഥാന ബജറ്റ് നാളെ. എന്ത് ജനക്ഷേമ ബജറ്റാണ് ധനമന്ത്രി നാളെ അവതരിപ്പിക്കുക എന്നതാണ് ഉറ്റുനോക്കുന്നത്. സാമൂഹ്യക്ഷേമ പെൻഷൻ, ശമ്പള പരിഷ്കരണ കമ്മീഷൻ, ജീവനക്കാരുടെ ക്ഷാമബത്ത ഉൾപ്പെടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പൂർണ്ണമായും ജനക്ഷേമ ബജറ്റായിരിക്കും. ജനകീയ ബജറ്റ് അവതരിപ്പിക്കാൻ സാമ്പത്തിക ഞെരുക്കം വെല്ലുവിളിയല്ല എന്നും ധനമന്ത്രി KN ബാലഗോപാൽ അമൃത ന്യൂസിനോട് പറഞ്ഞു. കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടെ ജനപ്രിയ ബജറ്റ് എങ്ങനെ അവതരിപ്പിക്കാനാകുമെന്ന ചോദ്യങ്ങളാണ് സാമ്പത്തിക വിദഗ്ധർ ഉന്നയിക്കുന്നത്.
കാശില്ലാതെ കയ്യടി നേടാൻ വാരിക്കോരി പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ വിഭവ സമാഹരണം എങ്ങനെയാകുമെന്ന് ധനമന്ത്രി വിശദീകരിക്കണമെന്നും വിദഗ്ധർ ആവശ്യപ്പെടുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ജനക്ഷേമ ബജറ്റ് അവതരിപ്പിക്കാൻ എന്ത് മാജിക്കാകും കാട്ടുക എന്ന ചോദ്യം ധനമന്ത്രി തള്ളുകയാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ബജറ്റ് തന്നെയാകും ഉണ്ടാകുകയെന്നും സാമ്പത്തിക ഞെരുക്കം വെല്ലുവിളിയല്ലെന്നും ധനമന്ത്രി KN ബാലഗോപാൽ അമൃത വാർത്തകളോട് പറഞ്ഞു. പ്രതീക്ഷിക്കുന്നത് കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടി കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ബജറ്റാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, തയ്യാറാക്കുന്നത്. കേരളത്തിൽ കൂടുതൽ വികസനം ഉണ്ടാവാൻ, നമ്മുടെ എല്ലാ ജനവിഭാഗങ്ങൾക്കും കൂടുതൽ ജീവിതത്തിൻ്റെ മെച്ചപ്പെട്ട വശങ്ങളുണ്ടാവാൻ സാമൂഹ്യക്ഷേമ പദ്ധതികളും പിന്നെ പുതിയ ജോലി സാധ്യതകളെല്ലാം ചേർത്തുള്ള കാര്യങ്ങളാണ്. സാമ്പത്തിക ക്രൈസിസിനെ നേരിട്ട് തന്നെയാണ് നമ്മൾ വന്നത്. നല്ല മുന്നോട്ട് വരാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇനിയും ആ ക്രൈസിസിനെ നേരിടാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ആലോചിക്കുന്നത്. പക്ഷേ കിട്ടാനുള്ള പണം കിട്ടണമല്ലോ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന്. ജനകീയ ബജറ്റായിരിക്കും. പ്രധാന ആകർഷണങ്ങളായ സാമൂഹ്യക്ഷേമ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പദ്ധതി, ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക, ശമ്പള പരിഷ്കരണ കമ്മീഷൻ, റബ്ബറിന്റെ താങ്ങുവില തുടങ്ങിയവയ്ക്കായി വലിയൊരു തുക ബജറ്റിൽ മാറ്റിവെക്കുമെന്ന കാര്യം ഉറപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തി ഞെട്ടിച്ചുവെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ധനമന്ത്രി പ്രഖ്യാപിക്കുന്നത് ഒരു വിസ്മയ ബജറ്റ് ആകുമോ എന്നാണ് ഏവരും കാത്തിരിക്കുന്നത്. അൻഫ്ലി ഡിസൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിനും തുടക്കമായി. സമസ്ത മേഖലയിലും വികസനം കൈവരിച്ച രാജ്യം കുതിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാർ ഐതിഹാസിക ചുവടുവയ്പ്പെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 11 വർഷം രാജ്യം സാമ്പത്തികമായി വൻതോതിൽ മുന്നേറിയെന്ന് പറഞ്ഞ രാഷ്ട്രപതി പ്രതിരോധ രംഗത്തെ പുരോഗതിയും ചൂണ്ടിക്കാട്ടി. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനിടെ പ്രതിഷേധവും ഉയർന്നുവന്നു. ഇരുസഭകളെയും അഭിസംബോധന ചെയ്യാനെത്തിയ രാഷ്ട്രപതിയെ ചെങ്കോൽ നൽകിയാണ് സ്വീകരിച്ചാനയിച്ചത്. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം. എല്ലാ മേഖലകളിലും വികസനം കൈവരിച്ച് രാജ്യം മുന്നോട്ട് കുതിക്കുകയാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ദാരിദ്ര്യത്തിൽ നിന്നും വൻതോതിൽ മുക്തി നേടി. ആധുനിക പശ്ചാത്തല സൗകര്യങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ വളർന്നുവെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. व्यवस्था का निर्माण करने में सफल हो रहा है. इससे करदाताओं की एक पाई देश के विकास और जनकल्याण से खर्च हो रही है. भारत आज आधुनिक इंफ्रास्ट्रक्चर पर अभूतपूर्व निवेश कर रहा है. जल, थल, नभ हर क्षेत्र में भारत की तेज गति आज विश्व में चर्चा का विषय है. കഴിഞ്ഞ 11 വർഷം രാജ്യം സാമ്പത്തികമായി വൻതോതിൽ മുന്നേറിയെന്ന് പറഞ്ഞ രാഷ്ട്രപതി ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാകാനുള്ള ശ്രമത്തിലാണ് രാജ്യമെന്നും പറഞ്ഞു. യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ചരിത്രത്തിന്റെ ഭാഗമാണെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഏപ്രിൽ 2 വരെ 2 ഘട്ടങ്ങളിലായാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം. ആദ്യഘട്ടം ഫെബ്രുവരി 13 വരെയും രണ്ടാം ഘട്ടം മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയും നടക്കും. 2026-27 കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. ഞായറാഴ്ച പൊതുബജറ്റ് അവതരണം ഇതാദ്യമായാണ്. ബജറ്റ് അവതരണത്തിന് ശേഷം രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി പ്രമേയത്തിന്മേൽ ഇരുസഭകളിലും ചർച്ചയുണ്ടാകും. ന്യൂസ് ഡെസ്ക്, അമൃത TV. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ബിപിൻ റാവത്ത് മരിച്ച് അധിക നാളായില്ല. വീണ്ടും നടുക്കുന്ന ആകാശ ദുരന്തമുണ്ടായിരിക്കുന്നു. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അതികായൻ. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു. രാവിലെ 8:45 ബരാമതിയിലായിരുന്നു സംഭവം. ലാൻഡിങ്ങിനിടെ തകർന്നു വീണ വിമാനം പൂർണ്ണമായും കത്തിനശിച്ചു. വിമാനത്തിലുണ്ടായിരുന്ന 5 പേർക്കും ജീവൻ നഷ്ടമായി. അപകടത്തിൽ വ്യോമയാന മന്ത്രാലയവും അന്വേഷണം പ്രഖ്യാപിച്ചു. കാഴ്ച കുറഞ്ഞതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വിവരങ്ങൾ തേടി. മഹാരാഷ്ട്രയിൽ 3 ദിവസത്തെ ദുഃഖാചരണം. റിപ്പോർട്ടിലേക്ക്. ഇന്ന് രാവിലെ 8:45 മഹാരാഷ്ട്ര പൂനെ ജില്ലയിലെ ബാരാമതിയിൽ ഉപമുഖ്യമന്ത്രി അജിത് പവാർ അടക്കം സഞ്ചരിച്ചിരുന്ന ചാർട്ടേഡ് വിമാനം തകർന്നു വീണത്. 2 പിളർന്ന വിമാനം പൂർണ്ണമായും കത്തിയമർന്നു. പരിക്കുകളോടെ വിമാനത്തിലുണ്ടായിരുന്നവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ വന്നെങ്കിലും അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ആശങ്ക ഉയർന്നിരുന്നു. വൈകാതെ തന്നെ വിമാനത്തിലുണ്ടായിരുന്ന 5 പേരുടെയും മരണം DGCA സ്ഥിരീകരിച്ചു. ബാരാമതി വിമാനത്താവളത്തിലെ റൺവേയിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട വിമാനം ഇടിച്ചിറങ്ങി എന്നാണ് പ്രാഥമിക നിഗമനം. വിമാനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നും സാങ്കേതിക തകരാറിനുള്ള സാധ്യത പരിശോധിച്ചു വരികയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കനത്ത പുക ഉയർന്നത് കണ്ടതോടെയാണ് ഗ്രാമവാസികളടക്കം ഇവിടേക്ക് കുതിച്ചെത്തിയത്.
പിന്നാലെ പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തേക്കെത്തി. അജിത് പവാറും അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പേഴ്സണൽ അസിസ്റ്റന്റുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ജില്ലാ പരിഷത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 4 പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയാണ് അജിത് പവാർ ജന്മനാടായ ബാരാമതിയിലെത്തിയത്. മുംബൈയിൽ നിന്നും 260 കിലോമീറ്റർ അകലെയാണ് ബാരാമതി. രാവിലെ 8 മണിക്കായിരുന്നു യാത്ര തിരിച്ചത്. ആ സമയം വിമാനത്തിന് സാങ്കേതിക തകരാറുകൾ ഇല്ലായിരുന്നു എന്നാണ് റിപ്പോർട്ട്. LNS ഏവിയേഷന്റെ ലിയർജെറ്റ് 45 എന്ന പ്രൈവറ്റ് ജെറ്റിലാണ് അജിത് പവാർ സഞ്ചരിച്ചത്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് അടക്കം പരിശോധിക്കുന്നതിലൂടെ മാത്രമേ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്നാണ് അധികൃതർ അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇന്ന് രാവിലെ 8:10 മുംബൈയിൽ നിന്നും കർഷകരുടെ റാലി ഉൾപ്പെടെ 4 പരിപാടികളിൽ പങ്കെടുക്കാനായാണ് വാടകയ്ക്കെടുത്ത വിമാനത്തിൽ ബാരാമതിയിലേക്ക് അജിത് പവാർ പുറപ്പെട്ടത്. അജിത് പവാറിനൊപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ജീവൻ നഷ്ടമായി. വിമാന അപകടത്തിൽ അട്ടിമറിയുണ്ടോ എന്ന സംശയം പ്രതിപക്ഷ ദേശീയ നേതാക്കളടക്കം ഇതിനോടകം ഉന്നയിച്ചു. ലാൻഡിംഗ് അനുമതി ചോദ്യം ചെയ്യുകയാണ് പ്രതിപക്ഷം. മഹാരാഷ്ട്ര പൊളിറ്റിക്സിൽ വ്യത്യസ്തതകളോടെ നിലയുറപ്പിച്ച അനിഷേധ്യ നേതാവിന്റെ അപ്രതീക്ഷിത വിടവാങ്ങലിന്റെ ഞെട്ടലിലാണ് രാജ്യം. ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രിയായിരുന്ന ബാരാമതിയുടെ സ്വന്തം അജിത് പവാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക്. കരുത്തുറ്റ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വേറിട്ട് നിന്ന നേതാവായിരുന്നു മഹാരാഷ്ട്രയിൽ നിന്ന് ഉദയം കൊണ്ട അജിത് പവാർ. ശരത് പവാറിനൊപ്പം നടന്ന് ജനമനസ്സുകളിൽ ഇടം നേടിയ അജിത് പവാർ എന്നും പവർ പൊളിറ്റിക്സിനൊപ്പം നടന്ന ആൾ കൂടിയാണ്. മഹാരാഷ്ട്ര പൊളിറ്റിക്സിന്റെ എല്ലാ ചേരുവകളും വശമുള്ള അജിത് പവാർ ശരത് പവാറിനൊപ്പം നിന്നു. പിന്നീട് ശരത് പവാറിന് എതിരുമായി. ദേശീയ രാഷ്ട്രീയത്തിലും പ്രമുഖനായി വളർന്ന അധികാരത്തിന്റെ ഇടനാഴികളിലേക്ക് നടന്നുകയറാൻ അജിത് പവാറിന് കഴിഞ്ഞു. ശരത് പവാറിന്റെ ബന്ധു കൂടിയായ അജിത് പവാർ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിച്ചാണ് രാഷ്ട്രീയരംഗത്ത് ചൂടുറപ്പിക്കുന്നത്. പൂനെയിലെ പഞ്ചസാര ഫാക്ടറി സഹകരണ ബോർഡ് അംഗമായാണ് പൊതുരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. 91 ബാരാമതിയിൽ നിന്ന് നിയമസഭാംഗമായി. പിന്നീട് തുടർച്ചയായി ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. 91 തന്നെ സുധാകർ റാവു നായിക്കിന്റെ മന്ത്രിസഭയിൽ അംഗമായ അജിത് പിന്നീട് 5 തവണ ക്യാബിനറ്റ് മന്ത്രിയായി. ഒരിക്കലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അജിത് പവാർ പരാജയം അറിഞ്ഞില്ല. 2019 ശരത് പവാറുമായി അകലുന്നത്. ഇത് മഹാരാഷ്ട്ര പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NCP ശക്തി കേന്ദ്രമായ മാവലിൽ മത്സരിച്ച് മകൻ പാർത്ഥ് പവാർ ശിവസേന സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടതോടെയാണ് അജിത് പവാർ ശരത് പവാറുമായി അകൽച്ചയിലായത്. തുടർന്ന് മഹാവികാസ് അഘാഡി സഖ്യം രൂപവൽക്കരിച്ചപ്പോൾ ആ സഖ്യത്തിൽ ഉപമുഖ്യമന്ത്രിയായി. 2022 ഉപമുഖ്യമന്ത്രിയായിരുന്ന ഉദ്ധവ് താക്കറെ സ്ഥാനം രാജിവെച്ചതോടെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2023 NCP ദേശീയ അധ്യക്ഷ സ്ഥാനം ശരത് പവാർ രാജിവെച്ചതോടെ വർക്കിംഗ് പ്രസിഡന്റുമാരായി ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെയും പ്രഫുൽ പട്ടേലിനെയും തെരഞ്ഞെടുത്തു. തഴയപ്പെട്ട അജിത് നേതൃപദവി ആവശ്യപ്പെട്ടെങ്കിലും ശരത് പവാർ വഴങ്ങിയില്ല. ഇതോടെ NCP പിളർത്തി ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേന BJP സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായി. ഈ മാറ്റം ശരത് പവാർ പ്രതീക്ഷിച്ചിരുന്നതേയല്ല. NCPയുടെ 53 MLA-മാരിൽ 29 പേരുമായി രാജ്ഭവനിലെത്തിയാണ് അജിത് അട്ടിമറി നീക്കം നടത്തിയത്. അജിത്തിന്റെ സഹായത്തോടെ 288 അംഗ നിയമസഭയിൽ ഏക്നാഥ് ഷിൻഡെ സർക്കാരിന് 204 അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചു. നിയമസഭയിലെ അയോഗ്യത ഒഴിവാക്കുന്നതിനായി NCPയിൽ ആകെയുള്ള 53 MLA-മാരിൽ 40 പേരുടെ പിന്തുണ അജിത് പവാർ ഉറപ്പിച്ചു. അജിത് പവാർ നേതൃത്വം നൽകുന്ന വിഭാഗത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരവും ലഭിച്ചു. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നയിച്ച മഹായുതി സഖ്യത്തിൽ നിന്ന് 59 ഇടങ്ങളിൽ മത്സരിച്ച അജിത് പവാറിന്റെ പാർട്ടിയായ NCP 41 സീറ്റുകളിൽ വിജയിച്ചു. സംസ്ഥാന രാഷ്ട്രീയത്തിലെയും മഹാരാഷ്ട്ര നിയമസഭയിലെയും 3ാമത്തെ വലിയ പാർട്ടിയായി അജിത്തിന്റെ NCP മാറി. അണികൾക്കിടയിൽ വലിയ ജനസ്വാധീനം ചെലുത്തി മുന്നേറുന്നതിനിടയിലാണ് അജിത് പവാറിന്റെ അപ്രതീക്ഷിതമായുള്ള അപകടമരണം. അജിത് പവാറിന് ശേഷമുള്ള NCPയുടെ ഭാവി ഇനി എങ്ങനെ, എന്ത്, അങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങളാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ആരോഗ്യ കേരളം ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെ. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പാലക്കാട്ടെ 9 വയസ്സുകാരിയുടെ ചികിത്സാ പിഴവ് ആരോപണം, ഹർഷനയുടെ പരാതി, വിളപ്പിൽശാല ആശുപത്രി ഉൾപ്പെടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ വീഴ്ചകളിൽ നിയമസഭയിൽ 2.25 മണിക്കൂർ അടിയന്തര പ്രമേയ ചർച്ച. വെന്റിലേറ്ററിലായ ആരോഗ്യ കേരളത്തെ വീണ്ടെടുത്ത് പൂർണ്ണ ആരോഗ്യവതിയാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ആരോഗ്യവകുപ്പിനെ തകർക്കാൻ പ്രതിപക്ഷം ഗൂഢാലോചന നടത്തുന്നുവെന്ന് ആരോഗ്യമന്ത്രി ആരോപിച്ചു. മണിക്കൂറുകൾ നീണ്ട ചർച്ചയിൽ 1.5 മിനിറ്റിൽ മാത്രം ഒതുക്കി വിളപ്പിൽശാല വിഷയത്തിൽ ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം. മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി.
സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ പ്രതിപക്ഷവും 10 വർഷം കൊണ്ട് ആരോഗ്യമേഖല കൈവരിച്ച നേട്ടങ്ങൾ ഭരണപക്ഷവും 3 മണിക്കൂറോളം നീണ്ട അടിയന്തര പ്രമേയ ചർച്ചയിൽ അക്കമിട്ട് നിരത്തി. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ ഉൾപ്പെടെ ഉയർത്തിയാണ് ആരോഗ്യമേഖലയുടെ അനാസ്ഥ പ്രമേയ അവതാരകനായ PC വിശ്വനാഥ് വിവരിച്ചത്. മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥയെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ഹസൻ അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തി. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തത് കാരണം ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരുന്നു. എനിക്കിത് ലോകത്തോട് പറയണം. എന്റെ ജോലി നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. സാർ, അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയായിരുന്നു. M സ്വരാജ് നിലമ്പൂര് തോറ്റപ്പോൾ തോറ്റ സ്വരാജിന് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ച് പോസ്റ്റിട്ടയാളാണ് ശ്രീ ഹാരിസ് ഹസൻ. അദ്ദേഹത്തെ നിങ്ങൾ വേട്ടയാടിയില്ലേ? അതേസമയം രാജ്യത്ത് ആരോഗ്യമേഖലയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് ചൂണ്ടിക്കാട്ടിയും ദേശീയ അന്തർദേശീയ തലത്തിൽ നേടിയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയും ഭരണപക്ഷാംഗങ്ങൾ അടിയന്തര പ്രമേയത്തെ നേരിട്ടു. എന്നാൽ വെന്റിലേറ്ററിലായ ആരോഗ്യ കേരളത്തെ വീണ്ടെടുത്ത് പൂർണ്ണ ആരോഗ്യവതിയാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. നമ്മൾ വെറുതെ പറഞ്ഞതല്ല, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. അവിടെ നിന്ന് അതിനെ പുറത്തു കൊണ്ടുവന്ന് പൂർണ്ണ ആരോഗ്യവതിയാക്കി നടത്തിയാലേ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് അവർക്ക് ആ റൈറ്റ് ടു ഹെൽത്ത്, അവർക്കെല്ലാം ആ ഹെൽത്ത് കെയർ കിട്ടുകയുള്ളൂ. റൈറ്റ് ടു ഹെൽത്ത് കെയർ എന്നുള്ളത് കിട്ടുകയുള്ളൂ. അതിലേക്ക് കൊണ്ടുവരണം. മണിക്കൂറുകൾ നീണ്ട ചർച്ചയിൽ വിളപ്പിൽശാല ആശുപത്രിയിലെ വിശദീകരണം വെറും 1.5 മിനിറ്റിൽ ഒതുക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. അപ്പൊ സുരക്ഷാ കാരണങ്ങളാൽ ആശുപത്രിയുടെ ഗ്രിൽ അകത്തു നിന്ന് അടച്ചിടു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. സാർ, 1:30:27, അതായത് 1.5 മിനിറ്റിൽ, ഒരു 2 മിനിറ്റിൽ താഴെ തന്നെ സാർ ഈ രോഗിയെ അകത്തേക്ക് കൊണ്ടുപോയി നെബുലൈസേഷൻ, പിന്നീട് നമ്മൾ ഈ ഓക്സിജന്റെ ഇതൊക്കെ കൊണ്ടുവന്ന് കാണുന്നുണ്ട്. നെബുലൈസേഷൻ, ഓക്സിജൻ ഇൻഹലേഷൻ എന്നിവ നൽകുകയും ഡെക്സ ആൻഡ് എറിഫിലിൻ ഇഞ്ചക്ഷൻ നൽകുകയും ചെയ്തു. ഓക്സിജൻ നൽകാൻ സൗകര്യമുള്ള ആംബുലൻസിൽ 1:37:53 പേഷ്യന്റിനെ കയറ്റി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും ചെയ്തു. സാർ, ആരോഗ്യവകുപ്പിനെ തകർക്കാൻ പ്രതിപക്ഷം ഗൂഢാലോചന നടത്തുകയാണെന്നും മന്ത്രി വീണ ജോർജ് ആരോപിച്ചു. സാർ, അവരുടെ കാലത്തെ പോലെ സാർ ഒരു ലാബ് ഇല്ലാത്ത, നമ്മൾ കാത്ത് ലാബിനെ കുറിച്ച് സംസാരിക്കുന്നു സാർ, ഒരു ലാബുകൾ പോലും സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു കാലമാകണോ സാർ? സാർ, അവർ ശ്രമിക്കുന്നത് ഈ കാലത്തെ തിരിച്ചു. ആരോഗ്യമന്ത്രിയുടെ മറുപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മന്ത്രി വി ശിവൻകുട്ടിയും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലെ പരസ്യപ്പോര് നിയമസഭയിലുമെത്തി. പൊതുവേദിയിൽ മന്ത്രിക്കെതിരെ മോശമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. സോണിയാഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശം മന്ത്രി പിൻവലിക്കുകയാണെങ്കിൽ തന്റെ പ്രസ്താവനയും പിൻവലിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വാക്കേറ്റം രൂക്ഷമായ വേളയിൽ സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്നും വീട് റെയ്ഡ് ചെയ്യണമെന്നും മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടതാണ് പോരിന് തുടക്കം. സോണിയാഗാന്ധിക്കെതിരായ പരാമർശങ്ങൾ രേഖയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് സെക്രട്ടേറിയറ്റ് നടയിലെ കോൺഗ്രസിന്റെ സമരവേദിയിൽ മന്ത്രി ശിവൻകുട്ടിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് VD സതീശൻ നടത്തിയത്. മറ്റേ അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ടു മടക്കി കൊത്തി ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലിപ്പൊളിച്ചൊരുത്തരാണ്. നമുക്ക് ക്ലാസ് എടുക്കുകയാണ്. അന്ന് തന്നെ നിയമസഭയിലെ മീഡിയ റൂമിൽ മാധ്യമങ്ങളെ കണ്ട മന്ത്രി പ്രതിപക്ഷ നേതാവിന് മറുപടി പറയുകയും ചെയ്തു. അതേ ഭാഷയിൽ അതേ രീതിയിൽ ഞങ്ങൾ തിരിച്ചു പറഞ്ഞാൽ സതീശൻ പേടിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ മൂത്രം ഒഴിച്ചു. അപ്പം അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ പദപ്രയോഗത്തിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയ ഭരണപക്ഷം വിഷയം വീണ്ടും സജീവമാക്കി. 15ാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് എല്ലാ കീഴ്വഴക്കങ്ങളും മര്യാദകളും ലംഘിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത്. ഇതിനുള്ള മറുപടി സഭയിൽ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് സോണിയാഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ മന്ത്രി പിൻവലിക്കുകയാണെങ്കിൽ തന്റെ പ്രസ്താവനയും പിൻവലിക്കാമെന്ന് ഉറപ്പ് നൽകി. ഞാൻ ആ പ്രസ്താവന 100% പിൻവലിക്കാൻ തയ്യാറാണ്. ഓൺ വൺ കണ്ടീഷൻ ഞാൻ പിൻവലിക്കാം. ഓൺ വൺ കണ്ടീഷൻ, പ്രിയങ്കരിയായ സോണിയാഗാന്ധിയെക്കുറിച്ച് ഈ നിയമസഭയിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നടത്തിയ ഏറ്റവും ഹീനമായ ആ പ്രസ്താവന പിൻവലിച്ചാൽ ഞാൻ പൂർവ്വകാല പ്രാബല്യത്തോടുകൂടി എന്റെ പ്രസ്താവന പിൻവലിക്കാം. അതേസമയം ശബരിമല വിഷയത്തിൽ സോണിയാഗാന്ധിയുടെ പേര് CPM വലിച്ചിഴച്ചപ്പോൾ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്ന വിമർശനം ഹൈക്കമാൻഡ് ചൂണ്ടിക്കാട്ടിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നയപ്രഖ്യാപന പ്രസംഗത്തിലെ സ്പീക്കറുടെ വാർത്താസമ്മേളനത്തിൽ പ്രതിഷേധമറിയിച്ച് ലോക് ഭവൻ. ഗവർണറുടെ കത്ത് മാധ്യമങ്ങൾക്ക് ചോർത്തി എന്ന സ്പീക്കറുടെ വാദം തള്ളി ലോക് ഭവൻ. കത്തിനോട് സ്പീക്കർ സ്വീകരിച്ച രീതി ദുഃഖകരവും മര്യാദകേടെന്നും ചൂണ്ടിക്കാട്ടി ലോക് ഭവൻ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രത്തിനെതിരായ കടുത്ത വിമർശനങ്ങൾ ഗവർണർ ഒഴിവാക്കിയതും
മുഖ്യമന്ത്രി പിന്നീടത് വായിച്ചതും വിവാദമായിരുന്നു. ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട ലോക് ഭവൻ സ്പീക്കർക്ക് കത്തയച്ചിരുന്നു. എന്നാൽ കത്തയച്ച രീതിയെ വിമർശിച്ച സ്പീക്കർ മാധ്യമങ്ങൾക്കാണ് ആദ്യം ലഭിച്ചതെന്ന് ആരോപിച്ചു. തനിക്ക് കത്തിന്റെ പകർപ്പ് മാത്രം ലഭിച്ചതിനാൽ മറുപടി നൽകാനാകില്ലെന്നും സ്പീക്കർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിനെതിരെയാണ് ഇപ്പോൾ ലോക് ഭവൻ രംഗത്ത് വരുന്നത്. മാധ്യമങ്ങൾക്കാണ് കത്ത് നൽകിയതെന്ന സ്പീക്കറുടെ വാദം ലോക് ഭവൻ തള്ളി. മാധ്യമങ്ങൾ ആരും കത്ത് കാണിച്ചിരുന്നില്ല എന്നും ലോക് ഭവൻ വിശദീകരിച്ചു. വാർത്താ സമ്മേളനം നടത്തി സ്പീക്കർ ആരോപണം ഉന്നയിച്ചത് ശരിയായില്ലെന്നും ഖേദമുണ്ടെന്നും ലോക് ഭവൻ വ്യക്തമാക്കി. സ്പീക്കർ കാട്ടിയത് മര്യാദകേടെന്ന് ചൂണ്ടിക്കാട്ടി ലോക് ഭവൻ വാർത്താക്കുറിപ്പിറക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വാർത്തകൾ നോക്കാം. NSS SNDP ഐക്യത്തിൽ NSSന്റെ പിന്മാറ്റത്തിന് പിന്നാലെ സുകുമാരൻ നായരെ പിന്തുണച്ചും പുകഴ്ത്തിയും വെള്ളാപ്പള്ളി നടേശൻ. സുകുമാരൻ നായർ നിഷ്കളങ്കനാണെന്നും ഹിന്ദു ഐക്യം ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. NSS SNDP ഐക്യത്തിൽ നിന്ന് NSS പിന്മാറിയെങ്കിലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഐക്യനീക്കത്തിന് പിന്നിൽ വെള്ളാപ്പള്ളിക്ക് രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു എന്ന വിലയിരുത്തലോടെയാണ് വിശാല ഐക്യത്തിൽ നിന്ന് NSS പിന്മാറിയത്. തിങ്കളാഴ്ച ചേർന്ന NSS ഡയറക്ടർ ബോർഡ് യോഗത്തിലായിരുന്നു തീരുമാനം. എന്നാൽ NSSന്റെ ഈ കണ്ടെത്തലിനെ തിരുത്തുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ലെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി ഹിന്ദു ഐക്യം ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കുമെന്നും നായരും ഈഴവരും സഹോദരന്മാരാണെന്നും ഐക്യത്തിൽ നിന്ന് പിന്നോട്ടു പോയതിൻ്റെ പേരിൽ നായർ സമുദായത്തെ ആരും തള്ളിപ്പറയരുതെന്നും ആവശ്യപ്പെട്ടു. ചേർത്തലയിൽ നടന്ന SN ട്രസ്റ്റ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശം. ഈ ഐക്യം കാലഘട്ടത്തിന് വേണമെന്നുള്ള ചിന്തയും ഭാവനയും ആഗ്രഹവും ഈ സമുദായ അംഗങ്ങളുടെ ഇടയിലുണ്ടെന്നുള്ള ഉൾവിളി മനസ്സിലാക്കിക്കൊണ്ട് സത്യസന്ധമായി അദ്ദേഹം തുറന്നടിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ബോർഡ് കൂടി ആ ഐക്യത്തിൽ ചില ഉപാധികളും നമ്മുടേതായ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിന് മുമ്പോട്ട് പോകാനുള്ള ചില തീരുമാനങ്ങളെടുത്തു. സുകുമാരൻ നായരുടെ വിശാല മനസ്കരയ്ക്ക് നന്ദി പറഞ്ഞ വെള്ളാപ്പള്ളി പ്രതിസന്ധി ഘട്ടത്തിൽ NSS ജനറൽ സെക്രട്ടറി നൽകിയ പിന്തുണ എന്നും ഓർമ്മിക്കുമെന്നും പിന്മാറ്റം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമല്ല എന്നും കൂട്ടിച്ചേർത്തു. ഐക്യത്തിൽ ജാതിയോ മതമോ വർണ്ണമോ ഇല്ല. എതിർപ്പുള്ളത് മുസ്ലിം ലീഗിനോട് മാത്രമാണ്. മുസ്ലിം മതത്തോടോ മറ്റ് മുസ്ലിം സംഘടനകളോടോ അല്ല. ലീഗ് എല്ലാം കൊണ്ടുപോയി. അത് ചൂണ്ടിക്കാട്ടിയപ്പോൾ സമുദായത്തെ ആക്ഷേപിച്ചുവെന്നാക്കി. ലീഗ് കാണിച്ച വിഭാഗീയത ചൂണ്ടിക്കാണിച്ച് തന്നെ മുസ്ലിം വിരോധിയാക്കി കത്തിക്കാൻ നോക്കുന്നു. ലീഗ് സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ച വെള്ളാപ്പള്ളി സംഘടനയെ തകർക്കാൻ ശ്രമമുണ്ടായാൽ അത് നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്നും നിലവിലുള്ള വിഭാഗീയത ലോകാവസാനം വരെ നിൽക്കില്ല എന്നും കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, ആലപ്പുഴ. കൊണ്ടും കൊടുത്തും NSSും SNDPയും NSS SNDP ഐക്യം ഒരു കെണിയാണെന്ന് തോന്നിയെന്നും അതിൽ വീഴണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. പിന്മാറ്റത്തിനായി ആരും ഇടപെട്ടിട്ടില്ല. സമുദായ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ട എന്നാണ് VD സതീശന്റെ നിലപാടെങ്കിൽ സമുദായ സംഘടനകളുടെ പിന്തുണ തേടി എത്തരുതെന്നും G സുകുമാരൻ നായർ പറഞ്ഞു. ഇതിനകത്ത് അദ്ദേഹം ഈ NSSന്റെ തീരുമാനത്തെ സംശയിക്കുന്നത് പോലെ ഞാൻ കൂടുതലായി സംശയിക്കുന്നു ഇവരുടെ ഈ ഐക്യത്തിൻ്റെ പിന്നിൽ ഇടപെടലുണ്ട്, ആരെയോ ഇടപെടലുണ്ട്. SNDPയുമായുള്ള ഐക്യനീക്കത്തിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചത് NSS ഡയറക്ടർ ബോർഡാണ്. പിന്മാറ്റത്തിനായി ആരും ഇടപെട്ടിട്ടില്ല. വെള്ളാപ്പള്ളിക്കെതിരായ വിമർശനങ്ങളിൽ അദ്ദേഹത്തെ പിന്തുണച്ചപ്പോഴാണ് അദ്ദേഹം ഐക്യം വേണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് ശരിയെന്ന് തോന്നി. പിന്നീട് ഐക്യം ഒരു കെണിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ കെണിയിൽ വീഴണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു. ഒരു ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിന് അർഹതയില്ലെന്നും ഞാൻ പറയുന്നില്ല, പത്മഭൂഷൺ ബഹുമതി പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് തോന്നി ഇതിലെന്തോ ഇടപെടലുകയാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ ഈ ഐക്യ ശ്രമത്തിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്, അതുകൊണ്ട് ആ കെണിയിൽ പെടണ്ട എന്ന് എനിക്ക് തോന്നുന്നു. NSS SNDP ഐക്യത്തിന്റെ വാതിൽ പൂർണ്ണമായി അടഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ അവാർഡ് കിട്ടിയതിൽ ആക്ഷേപമൊന്നുമില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വീണ്ടും NSS ജനറൽ സെക്രട്ടറി കടുത്ത വിമർശനമുയർത്തി. സമുദായ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടിയിൽ ഇടപെടേണ്ടെങ്കിൽ സമുദായ സംഘടനകളുടെ പിന്നാലെ പോകരുതെന്നും സുകുമാരൻ നായർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവരും രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടി സമുദായ നേതൃത്വത്തെ കാണാൻ വരുന്നത് വന്ന് കണ്ടു കിടക്കരുതെന്ന് നിരങ്ങരുതെന്നൊക്കെയാണ് പിന്നിപ്പോൾ പറയുന്നത്. എന്തിനാ കാണാൻ വരുന്നത്?
സതീശന്റെ സമുദായ നിഷേധ പരാമർശങ്ങളോട് മാത്രമാണ് വിയോജിപ്പുള്ളത്. NSS പിന്തുണ തേടി VD സതീശൻ മുൻപ് വന്നിട്ടുണ്ട്. ഇത്തവണ പറവൂരിൽ സമുദായ അംഗങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനമെടുക്കും. ആര് ഭരിച്ചാലും NSSന് പ്രശ്നമില്ല. NSS ന്യൂനപക്ഷ വിരുദ്ധത പറയില്ലെന്നും എല്ലാ സമുദായ അംഗങ്ങളും NSSന് വേണ്ടപ്പെട്ടവരാണെന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. അമൃത ന്യൂസ്, കോട്ടയം. ദേവസ്വം ബോർഡിലെ കൊള്ള തടയുവാൻ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അക്കൗണ്ടുകൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യാൻ നിർദ്ദേശം. ഇതിനായുള്ള സോഫ്റ്റ്വെയർ വികസിപ്പിക്കാൻ കിൻഫ്രയ്ക്ക് ചുമതല. അടുത്ത മണ്ഡലകാലത്തിന് മുൻപ് ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കൊള്ള നിർത്താനാണ് ഹൈക്കോടതിയുടെ സത്വര നടപടികൾ. ദേവസ്വം ബോർഡിന് കീഴിലുള്ള 1450 ക്ഷേത്രങ്ങളെയും ബന്ധിച്ചുകൊണ്ട് ഡിജിറ്റലൈസേഷൻ നടത്തണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇതിനായി കിൻഫ്രയെയും ചുമതലപ്പെടുത്തി. കിൻഫ്രയിലെ ഉന്നത ഉദ്യോഗസ്ഥരും KSMARTലെ ഉദ്യോഗസ്ഥരും ഓൺലൈനായി ഹൈക്കോടതിയുമായി സംവദിച്ചു. അടുത്ത മണ്ഡല മകരവിളക്ക് കാലത്തിന് മുൻപ് തന്നെ ഡിജിറ്റലൈസേഷൻ പൂർണ്ണമാകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇതിനു വേണ്ട സാങ്കേതിക മികവ് കിൻഫ്രയ്ക്കുണ്ടെന്നാണ് കോടതി വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് കിൻഫ്രയെ നേരിട്ട് കോടതി ഇക്കാര്യം ഏൽപ്പിച്ചിട്ടുള്ളത്. ഭഗവാന്റെ സ്വത്ത് അത് പണമാണെങ്കിലും ആഭരണമാണെങ്കിലും ക്രയവിക്രയം നടക്കുന്നത് ഡിജിറ്റലൈസ് ചെയ്യണമെന്നാണ് ഹൈക്കോടതിയുടെ തീരുമാനം. ക്രമക്കേടുകളും കൊള്ളയും നിയന്ത്രിക്കുക, അത് പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഹൈക്കോടതി ശ്രദ്ധ വയ്ക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കഥകൾ പുറത്തു വന്നതിനെ തുടർന്ന് ദേവസ്വം ബോർഡിൽ നടക്കുന്ന അഴിമതിയും കൊള്ളയും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്. ഇതേ തുടർന്നാണ് സത്വരമായ നടപടികൾ, നിർണായകമായ തീരുമാനങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യഹർജി തിങ്കളാഴ്ച വിജിലൻസ് കോടതി പരിഗണിക്കും. ദ്വാരപാലക ശില്പക്കേസിലും തന്ത്രി ജാമ്യഹർജി സമർപ്പിച്ചു. അതേസമയം കേസിലെ മറ്റു പ്രതികളായ KS ബൈജു, പങ്കജ് ഭണ്ഡാരി, ബെല്ലാരി ഗോവർദ്ധനൻ, ശ്രീകുമാർ എന്നിവരെ വീണ്ടും റിമാൻഡ് ചെയ്തു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യഹർജി തിങ്കളാഴ്ച വിജിലൻസ് കോടതി പരിഗണിക്കും. കട്ടിളപ്പാളി കേസിൽ തന്ത്രി സമർപ്പിച്ച ജാമ്യാപേക്ഷയുടെ വാദമാണ് ഫെബ്രുവരി 2 മാറ്റിയത്. ഇതിനിടെ ദ്വാരപാലക ശില്പക്കേസിലും തന്ത്രി വിജിലൻസ് കോടതിയിൽ ജാമ്യഹർജി സമർപ്പിച്ചു. സ്വർണ്ണക്കവർച്ചയിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നും ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നതെന്നുമാണ് തന്ത്രിയുടെ വാദം. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമാണുള്ളതെന്നും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നുമാണ് SITയുടെ കണ്ടെത്തൽ. അതേസമയം കേസിലെ മറ്റു പ്രതികളായ തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജു, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, സ്വർണ്ണ വ്യാപാരി ബെല്ലാരി ഗോവർദ്ധൻ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ എന്നിവരെ കോടതിയിൽ ഹാജരാക്കി. ഇവരെ വിജിലൻസ് കോടതി 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തു. മറ്റൊരു പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ 2 കേസുകളിലെയും റിമാൻഡ് ഈ മാസം 29-ന് 90 ദിവസം പൂർത്തിയാകും. കുറ്റപത്രം സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാട്ടി 29-ന് സുധീഷ് കുമാർ സ്വാഭാവിക ജാമ്യത്തിന് അപേക്ഷ സമർപ്പിക്കും. നേരത്തെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ദ്വാരപാലക കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. എന്നാൽ കട്ടിളപ്പാളി കേസിൽ 90 ദിവസം പൂർത്തിയാകാത്തതിനാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ചിരുന്നു. കുറ്റപത്രം സമർപ്പിക്കാൻ കാലതാമസം ലഭിക്കുന്നതിനെ തുടർന്ന് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. അമൃത ന്യൂസ്, കൊല്ലം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ച സർക്കാർ അഡ്വക്കേറ്റ് NK ഉണ്ണികൃഷ്ണനെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. കേസുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ വേഗത്തിലാക്കാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന ശുപാർശ പ്രത്യേക അന്വേഷണ സംഘം സർക്കാരിന് കൈമാറിയിരുന്നു. കേസിൽ കുറ്റപത്രം സമർപ്പിക്കാതെ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിനെയും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിശിതമായി വിമർശിച്ചിരുന്നു.